പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാനിവിടെ വന്നിട്ട് 1 year കംപ്ലീറ്റ് ആക്കി. ദൈവത്തിന്റെ കൃപയാല് കുഴപ്പമൊന്നുമില്ലാതെ ഒരു വർഷം ഇവിടെ UK ഒറ്റയ്ക്ക് ജീവിച്ചു. എന്റെ വീഡിയോസ് ആദ്യം തൊട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാം, കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഞാൻ ഇവിടെ വന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും, നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ജനുവരിയിലാകും. അപ്പൊ എന്താണെങ്കിലും ആ ഒരു ഹാപ്പിനെസ് എങ്കിലും എന്റെ എക്സ്പീരിയൻസസ് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാൻ ഓർത്തു. കാരണം ഞാൻ എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രാവലിന്റെ ഒരു വീഡിയോ വന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം കുറെ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റി, കുറെ പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പം എന്നെ ത്രൂ ഔട്ട് ഇയർ എന്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരോട് എനിക്കുണ്ടായ ഹാപ്പിനെസ്സും എനിക്കുണ്ടായ സ്ട്രഗിൾസും ഒക്കെ ഒന്ന് ഈ ഒരു വർഷത്തെ എന്റെ ഒരു ജേർണി ഒരു ചെറുതായിട്ട് ചുരുക്കുമെന്ന് നിങ്ങളോട് പറയാൻ ഓർത്തു. അപ്പൊ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാനിപ്പോ പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയതായിട്ട് ടയർഡായിരിക്കുന്നത്. നാളെ എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. ഇപ്പൊ 8 മണിയായി വൈകിട്ട് സമയം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ ഒരു പണിയേ നടക്കത്തുള്ളൂ, പിന്നെ ടൈം ഒത്തിരി പോകും. അപ്പം വൈകിട്ടത്തേക്കിന് ഞാൻ ഓൾറെഡി രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ ചപ്പാത്തി ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പം മുട്ടക്കറി വെക്കാം. മുട്ടക്കറി എന്ന് പറഞ്ഞാൽ മുട്ടയും ഉരുളക്കിഴങ്ങും ഇട്ടാണ് കേട്ടോ. അത് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് ഇവിടെ ഇരിപ്പുണ്ട്, ഞങ്ങൾ 2 പേർക്കും കൂടെ. അപ്പോൾ അവൾക്ക് ആലു ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് 2 കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം, അല്ല എക്സ്പീരിയൻസിലോട്ട് പോവാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കുക്കിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ വരെ ഞാനിവിടെ കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പിന്നെ പുറത്ത് പോയിട്ട് വന്നാൽ പിന്നെ മടിയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ആദ്യമേ ചെയ്തു. പിന്നെ എല്ലാം ബോയിൽ ചെയ്ത് വെച്ചു. ഒനിയൻസ് ഒക്കെ കട്ട് ചെയ്തിപ്പം വെച്ചിട്ടുണ്ട്. മൂഡ് വരുമ്പം ചെയ്തണം, അല്ലെങ്കിൽ ഈ വെതറിൽ മൂടി പൊതിച്ച് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാനേ തോന്നൂ. പുറത്തോട്ട് ഇറങ്ങിയ സ്കിൻ ഫുള്ള് ഡ്രൈ ആകും. പിന്നെ ഞാൻ ഇവിടെയുള്ള ഒരു കൊളീക്കിനോട്, ഇവിടുത്തെ ലോക്കൽ ആളിനോട് ചോദിച്ചിട്ട് ഒരു നല്ല മോയ്സ്ചറൈസർ ഒക്കെ തേച്ചപ്പോഴാണ് സെറ്റായത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അഡ്വൈസ് എടുത്ത് അതൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒത്തിരി സ്കിൻ ഡാമേജസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ എന്താണ് സംസാരം മാത്രമേ നടക്കുന്നുള്ളൂ. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ പാൻ ചൂടാകാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ മന്ദിരം ഉണ്ടാക്കിയ ചിക്കൻ കറി ഇരിപ്പുണ്ട്. നമ്മൾ ക്രീമൊക്കെ ഇട്ടിട്ട്, ഫ്രഷ് ക്രീം ഇട്ടിട്ട് ചിക്കൻ കറി റൈസും. പക്ഷേ ഞാൻ റൈസ് കഴിക്കുന്നില്ല, ഞാൻ ചപ്പാത്തി കഴിക്കുന്നത്. പിന്നെ ഈ മുട്ട ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് ഞാനോടത്ത് അത് ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് നാളത്തേക്കിനും എടുക്കാമല്ലോ, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ. അതുകൊണ്ടാണ് വേറെ ഞാൻ കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല, അത് കഴിച്ചിട്ട് കിടന്നേനെ. നാളെ ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒനിയനെ ഒന്ന് ചൂടാക്കാനായിട്ട് ഇട്ടു. ഒനിയനും പിന്നെ ഇച്ചിരി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കും. ആക്ച്വലി എൻ്റെ കയ്യിൽ കടുക് തീർന്നു, ജീരകം തീർന്നു, പക്ഷെ ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയി. ഇന്നും പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ ഒന്ന് കടുക് പൊട്ടിക്കാനായിട്ട് ഈ കടുകില്ലായിരുന്നു. അപ്പോൾ അതാണ് ഉള്ളതൊക്കെ വെച്ചൊരു തട്ടിക്കൂട്ട് കറി. പിന്നെ ടൊമാറ്റോയും ചില്ലിയും കുറച്ച് കഴിഞ്ഞ് ആ ഉള്ളി ഒന്ന് വഴണ്ടിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ഉള്ളിയുടെ സൗണ്ട്, ഇതിങ്ങനെ മൂക്കുന്ന സൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്നാൽ നമുക്ക് പറയുന്നത് ശരിക്കും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 1 year ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളി അവിടെ മൂക്കുന്ന സമയത്ത് അതിൽ കുറച്ച് മന്ത്സ് ഞാൻ എങ്ങനെയായിരുന്നു ഇവിടെ എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ആ ഒരു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഹാപ്പിനെസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ ഹാപ്പിനെസ് അല്ലായിരുന്നു, മൊത്തത്തിൽ സാഡ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ സാഡും അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു 50% നമുക്ക് ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ നേടിയെടുത്തു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ സങ്കടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫാമിലിയെ മിസ് ചെയ്ത് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനായ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതായിരുന്നു വലിയൊരു വിഷമം. അപ്പോൾ എന്താണെങ്കിലും ആ ഫസ്റ്റ് 3 months എനിക്ക് റൂബൽ ചേച്ചിയും മന്ദിരയും കിട്ടിയത് കൊണ്ട് അവർ നല്ല കമ്പനിയായിരുന്നു. അവരൊരു ഇളയൊരു കുഞ്ഞനീത്തിയെ പോലെ എന്നെ അത്ര കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ഹാപ്പി ആയിരുന്നു ആ ഒരു വശത്തൂടെ നോക്കുവാണെങ്കിൽ. ഈ വിഷമങ്ങളൊക്കെ ഒന്ന് കുറച്ചൊക്കെ കുറയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വന്ന 3 മാസം അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം നല്ലതായിട്ട് ഇവർ തന്നതുകൊണ്ട്, NHS തന്നതുകൊണ്ട് എല്ലാം കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഞാൻ താമസിക്കുന്ന സ്ഥലം കൊള്ളില്ല, എനിക്ക് വീട് കണ്ടുപിടിക്കണം, അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നല്ല സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഒത്തിരി ഇമ്പോർട്ടൻ്റ്. ഇപ്പം വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യത്തിന് പുറത്ത് പോലും പോകണ്ടായിരുന്നു. ഉപ്പും പഞ്ചസാരയും ചോറ് വെക്കാനുള്ള റൈസും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ കുറച്ച് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ വന്നതുകൊണ്ട് തന്നെ കുറേ ദിവസം അവധിയൊക്കെ കിട്ടി, ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ. പിന്നെ ഞങ്ങൾ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോൾ നല്ല കുറേ കൂട്ടുകാരെയും കൂടെ കിട്ടി. അത് വെച്ചാൽ എല്ലാവരും സ്റ്റിൽ കമ്പനി ആയിട്ടില്ല, ആരും നല്ല എല്ലാവരും ഇല്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ. അതിപ്പോൾ അവരുടെ ഫാമിലി വന്നു, അവരുടെ ലൈഫൊക്കെ ആയിട്ട് ബിസിയാണ് എല്ലാവരും. എങ്കിലും ആ ഒരു സമയത്തേക്ക് എൻജോയ് ചെയ്യാനായിട്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് 1 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് ബ്രിസ്റ്റോളിൽ പോകണമായിരുന്നു. അതൊക്കെ ഇപ്പോൾ നല്ല മെമ്മറി ആയിട്ട്. അന്ന് മടിയായിരുന്നു രാവിലെ എഴുന്നേക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു 3 മാസക്കാലം, 2 മാസക്കാലം നന്നായിട്ട് പോയി. പിന്നെ ആ ഒരു 2 മാസം ആറായപ്പോഴാണ് നമുക്ക് ഈ ഒരു വീട് കണ്ടുപിടിക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോഴാണ് ചെറുതായിട്ട് ടെൻഷനൊക്കെ തുടങ്ങിയത്. അത് ടെൻഷൻ തുടങ്ങിയത് വീട് നോക്കിയിട്ട് എങ്ങും കിട്ടുന്നില്ല, അന്നേരമാണ് ടെൻഷനായി തുടങ്ങിയത്. എൻ്റെ ഉള്ളി കരിയുന്നു, ബാക്കി ഞാൻ ഇപ്പം പറയാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഉള്ളി ചെറുതായിട്ട് കരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും അത്രയും കറി വെക്കാനായിട്ട് ഇത്രയും ഉള്ളിയാണ് ഇടുന്നതെന്ന്. ഞാൻ അധികം അങ്ങ് ചേർക്കത്തില്ല, ഒരു ചെറിയ ഒരു മധുരം വരത്തില്ലേ. അപ്പോൾ ഇതിന് ഞാൻ അത്രയും ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ മധുരവും വരും. എനിക്കപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇതിന് ഒനിയൻ കുറച്ച് ചേർത്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ചില്ലി ഒനിയനും ഒക്കെ ആഡ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വീട് നോക്കുന്ന കാര്യം. അപ്പം വീട് നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് വീട് കിട്ടുന്നില്ല, കുറേ പേരെ വിളിച്ചിട്ടൊന്നും ശരിയാകുന്നില്ല. അപ്പം ഞാനും മന്ത്രിയും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യുക. റൂബൽ ചേച്ചി വേറെ പോകാമെന്നാണ് വിചാരിച്ചത്, കാരണം ചേച്ചിയുടെ ഫാമിലി ഉടനെ തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവസാനം എങ്ങനെയോ കണ്ടുപിടിച്ചാണ് ഈ വീട് കിട്ടിയത്. അപ്പം പിന്നീട് ഷിഫ്റ്റിങ്, പിന്നീട് പുതിയ ഇത് അൺഫർണിഷ്ഡ് ആയിരുന്നു, ഫർണിച്ചർ വാങ്ങിക്കുന്ന കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, പുതിയ പ്ലേസ്, പുതിയ ആൾക്കാർ, ഇവിടുത്തെ സിസ്റ്റം ഒന്നും അറിയത്തില്ല, അങ്ങനെ കുറേ ബുദ്ധിമുട്ടി. പക്ഷെങ്കിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ ആരെങ്കിലും ആയിരിക്കാം ഇതിനു മുന്നേ നമുക്കെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇതൊക്കെ പറ്റും. പിന്നുള്ളത് ഓസ്കി എക്സാം ആയിരുന്നു, അത് പിന്നെ പറയണ്ടല്ലോ, ആ ഒരു ടെൻഷനും കാര്യങ്ങളും എന്തായിരുന്നെന്ന്. അപ്പോൾ അതും കഴിഞ്ഞ് കിട്ടി. പിന്നെ ഡ്യൂട്ടീസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഉപ്പിടാനൊക്കെ മറന്നുപോയി, ഉപ്പിട്ടില്ല. ഇനി നമുക്ക് പൊടികളെല്ലാം ഇട്ട് മിക്സ് ചെയ്യാം. ഇന്നിപ്പോൾ രണ്ടും കൂടെ ആയതുകൊണ്ട് ഇതിലേതാണ് കുളമാകാൻ പോകുന്നത് എന്നെനിക്കറിയില്ല. മേ ബി വീഡിയോ നല്ലതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കറി നല്ലതായിരിക്കും, നോക്കാം. ലെറ്റ്സ് സീ. രണ്ടും നല്ലതായ അത്രയ്ക്ക് നല്ലത്. ഞാനിങ്ങനെ നാട്ടിൽ നിന്നൊക്കെ തന്നുവിട്ട പൊടികളൊക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ബോട്ടിൽ തീരുന്നതനുസരിച്ച് അതിലിങ്ങനെ ഇട്ട് വയ്ക്കും. അപ്പോൾ ഈസി ആണല്ലോ. പക്ഷെ ഞാൻ എൻ്റെ ചിക്കൻ മസാല മാത്രം എങ്ങും ഇട്ട് വെച്ചില്ല. ആക്ച്വലി ചിക്കൻ മസാല ഇരുന്ന് കുപ്പി ഞാൻ കഴുകി കഴിഞ്ഞാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ അത് ഉണങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ കവർ കെട്ടി വെച്ചു, അത് അതുപോലെ അവിടെ ഇരിപ്പുണ്ട്, പിന്നെ മാറ്റിയിട്ടില്ല. പിന്നെ എനിക്കൊരു മസാല ഇട്ട് വെക്കുന്ന ഒരു ഇതുണ്ട്, അത് ഞാനിപ്പോൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുക. അത് ഡ്രൈ ആയിട്ടേ അതും എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെയാണ് മെയിൻ സ്റ്റോക്ക് വേറെ ഉണ്ട്, ഇത് സെക്കൻഡ് സ്റ്റോക്ക്. ഇനി പിന്നെ എനിക്ക് യൂസ് ചെയ്യാനുള്ളത് ഇവിടെ വേറെ ഞാനൊരു കുഞ്ഞ് മസാലയുടെ ഒരു റൗണ്ട് ഷേപ്പുള്ള ഓർഗനൈസർ ഉണ്ട്, അതിൽ ഇട്ട് വെക്കും. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ രണ്ടും കൂടെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയിട്ട് തോന്നും. പക്ഷെ എനിക്ക് വേറെ ഒരു വഴിയില്ല, നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത്, നമുക്ക് ഡ്യൂട്ടി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള എത്ര എക്സ്പീരിയൻസ് ഉള്ളവരാന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് ആദ്യമായിട്ട് ഇവിടുത്തെ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ പോളിസികൾ പഠിക്കാൻ ടൈം എടുക്കും, പിന്നെ ആൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. ലാംഗ്വേജ്, ഹോസ്പിറ്റൽ ഡ്യൂട്ടി തുടങ്ങിയപ്പോഴാണ് ലാംഗ്വേജ് ഒരു ബുദ്ധിമുട്ടാകുമോ എന്ന് തോന്നിയത്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആക്സെന്റ്, കാരണം മൊത്തത്തിൽ വ്യത്യസ്തമാണല്ലോ. അതിനിപ്പോൾ ഇവിടെ വരണമെന്നൊന്നുമില്ല, നാട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും അറിയാം ഇവിടുത്തെ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് എല്ലാം നമ്മൾ ഫേസ് ചെയ്തു. അത് ആക്ച്വലി ചിന്തിച്ച് പേടിച്ച അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു, കാര്യങ്ങൾ എല്ലാം സ്മൂത്ത് ആയിട്ട് പോയി. അപ്പോൾ ആ ഒരു ജോലിയിൽ കുറച്ച് കംഫർട്ടബിൾ ആയി തുടങ്ങി. പിന്നാണ് കിട്ടുന്ന സാലറി പോകുന്ന ചെലവും ഒന്ന് ബാലൻസ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത മനസ്സിലോട്ട് വന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു മണി മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. എന്നെ മനസ്സിലാക്കി തന്നത് ആക്ച്വലി ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ലൈഫാണ്. എനിക്ക് റെന്റ്, എൻ്റെ ബാക്കി ബിൽസ്, എൻ്റെ ചെലവ് എല്ലാം കഴിഞ്ഞ് ഞാൻ അത്രയും ദൂരം ഇവിടെ വരുമ്പോൾ, ഞാൻ സിംഗിളായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പോലും എനിക്ക് ചിലപ്പോൾ ഒത്തിരി സേവ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഞാൻ സേവ് ചെയ്യണം. ഡെഫിനറ്റ്ലി എന്താണെങ്കിലും ഇന്ത്യയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ
മനസ്സിലോട്ട് വന്നു. ഇപ്പം നമുക്ക് നേരത്തെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നമ്മൾ റെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ എല്ലാ കാര്യവും നോക്കണം, നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം എന്നുള്ളൊരു പോയിന്റ് വന്നത്. അപ്പൊ അത് മാനേജ് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു. അങ്ങനെ എന്താ പറയുക, ലൈഫിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് കിട്ടിയാൽ അതെങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി. പക്ഷെ എങ്കിലും വെതർ കാരണമാണോ അതോ വീട്ടിൽ നിന്ന് ആരും ഇവിടെ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഇടയ്ക്കുള്ള ആ ഒരു ചിന്ത കൊണ്ടാണോ എന്തോ ഒരു ചെറിയൊരു ഡിപ്രഷൻ ഈ UK കൂടുതലാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് വരുമ്പോൾ ഇവിടെ ആരും ഇല്ല, നമ്മൾ മാത്രം നമ്മുടെ കാര്യം നോക്കുന്നു. പാവം അവളും ഡ്യൂട്ടി കഴിഞ്ഞ് ടയേർഡായിരിക്കും. നമുക്ക് ചില സമയത്ത് നമ്മൾ ശരിക്കും വിഷമിച്ച് കരഞ്ഞു പോകാറുണ്ട്. അത് എനിക്കല്ല, കാരണം ഞാൻ കുറെ പേരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അതെന്തുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോഴോ അല്ല ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ അത്രയും പ്രശ്നമേ ഇല്ല അധികം. പക്ഷെ വീടിനുള്ളിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഇല്ല ചെയ്യാൻ. പിന്നെ എനിക്ക് ചെയ്യാനുള്ള യൂട്യൂബായിരുന്നു. ചിലപ്പോൾ ഈ ഒരു വിഷമം മനസ്സിലിങ്ങനെ ചിലപ്പോൾ ഓഫുള്ളപ്പോൾ മുഴുവൻ വിഷമിച്ചിരിക്കും. അന്നേരം വീഡിയോ ചെയ്യാനും എത്ര ശ്രമിച്ചാലും പറ്റാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അത് അന്നുമുണ്ട് ഇപ്പോഴും ഉണ്ട്, അത് മാറിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പെർസെൻറ്റേജിൽ കുറവ് വന്നിട്ടുണ്ടായിരിക്കും. വീട്ടിൽ നിന്നൊക്കെ ദൈവം സഹായിച്ച് നല്ല സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അത്ര ഡീപ്പ് ഡിപ്രഷനിലൊന്നും പോകുന്നില്ല. കാരണം നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാം. അപ്പോൾ അതൊരു ലൈഫിൽ ഇവിടെ വന്നിട്ടുള്ളൊരു വലിയൊരു, എനിക്ക് അതിനു മുമ്പ് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ അങ്ങനെ എന്തോ ആരും ഇല്ല, എല്ലാവരെയും വിട്ടിട്ട് ഇവിടെ വന്ന് കിടക്കുന്നതാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കില്ല പിന്നെ എന്തിനാ അവിടെ പോയി കിടക്കുന്നതെന്ന്. അത് നമുക്ക് ഇന്ത്യയിലെ ഒരു നേഴ്സിന് എത്രയാണ് സാലറി കിട്ടുന്നത്, അവർക്ക് അവിടെ എന്താണ് റെസ്പെക്റ്റ് എന്ന് അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാവും നമ്മൾ ആ നാടും വീടും ദേശവും വിട്ടിട്ട് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ഞാൻ എല്ലാ ഹോസ്പിറ്റലും അല്ല എല്ലാ സെക്ടറും ജോലി ചെയ്യുന്നവരെ അല്ല പറയുന്നത്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ വിഷമമൊക്കെ മാറാനായിട്ടാണ് ദൈവം എനിക്ക് ശരണ്യജി ഫാമിലിയൊക്കെ കൂട്ടായിട്ട് തന്നത്. ആലീസ് എൻ്റെ കൊളീഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് റിക്കവർ ആയിക്കോളും കേട്ടോ. അത് ചില സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ സംസാരിച്ച് എൻ്റെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ അതിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരച്ചിട്ട് അതിലോട്ട് ആഡ് ചെയ്യുക. ഇവിടുത്തെ വെതർ ഈ വിന്റർ ഒരു ഡിപ്രസീവായിട്ടുള്ളൊരു സീസണാണ് കേട്ടോ. അത് ഒത്തിരി അഫക്റ്റ് ചെയ്യുന്നുണ്ട് കുറേ പേരെ. അത് എനിക്ക് തോന്നുന്നു മെയിൻലി അതായിരിക്കാം കാരണം, എനിക്കറിയില്ല. എന്താണെങ്കിലും അങ്ങനെയും കുറേ ഫേസ് ലൈഫിൽ കടന്നുപോയി. അങ്ങനെ വിഷമിച്ച് ഞാൻ അങ്ങനെ എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെയൊന്നുമല്ല. പക്ഷെ ചില സമയത്ത് പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യം ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നുമ്പോഴായിരിക്കും ഇന്ത്യയിൽ ടൈം എന്ന് പറയുന്നത് പാതിരാത്രി ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ആരെയും വിളിച്ച് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നീടുള്ള എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ ഒരു 1 ഇയറിൽ എനിക്ക് കുറേ നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ നമ്മൾ എന്താ പറയുക, കാണുന്ന എല്ലാവരും ഒരുപോലല്ല എന്ന് മനസ്സിലായി. കാരണം നമ്മൾ മാത്രം നമ്മളെ ടേക്ക് കെയർ ചെയ്യാനുള്ളപ്പോൾ നമ്മൾ എല്ലാ കാര്യവും സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുമല്ലോ. അപ്പോൾ ആൾക്കാരെ കൂടുതൽ പഠിക്കാനായിട്ട് എനിക്ക് മനസ്സിലായി. ശരണ്യേച്ചിയൊക്കെ എപ്പോഴും പറയും എനിക്ക് ഒരാളെ കണ്ട് ഒറ്റ തവണ സംസാരിച്ചാൽ എനിക്ക് പെട്ടെന്ന് അവരെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അത് അങ്ങനൊന്നുമില്ല, പക്ഷെങ്കിൽ എന്തോ എനിക്ക് മനസ്സിലാവും ഓരോ ഏത് ടൈപ്പ് ആളാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതിവിടെ വന്നിട്ട് ആ ഒരു കഴിവ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നേ. കാരണം നമ്മൾ തന്നെ ആയതുകൊണ്ട് നമ്മൾ ഓരോരുത്തരോട് ഇടപെടുമ്പോഴും നല്ല സൂക്ഷിച്ച് കണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഫാമിലിയായിട്ട് നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ വേണം. അല്ല ഞാൻ പറയുക നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആളുകളെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഈ ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ ഇതിനു മുമ്പ് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെക്കേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് സംസാരിച്ച് നിന്നത് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാഞ്ഞ്. അല്ല ഞാൻ അതിൽ കട്ട് ചെയ്തിങ്ങനെ വെച്ചേക്കും. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തെന്നിപ്പോയിട്ടുണ്ട് കറിയിലോട്ട്, കട്ടാക്കാതെ ഒരു സൈഡ് ഫുള്ള്. ഓക്കെ, മാനേജ് ചെയ്തു. എനിക്ക് ആക്ച്വലി ഈ മുട്ടക്കറിയുടെ കൂടെ ഉരുളക്കിഴങ്ങ് ഇടുന്നത് അത്ര ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മൾ 2 പേർ കൂടെ അല്ല ഉണ്ടാക്കുന്നത്, അപ്പം നമ്മൾ ആ ഇഷ്ടങ്ങളൊക്കെ നോക്കണം. അപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് മുട്ടയെല്ലാം ഇവിടെ മിക്സാക്കി തിളയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയിരുന്നിട്ട് സംസാരിക്കാം ബാക്കി. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കുണ്ടായ വേറൊരു പോസിറ്റീവുള്ള കാര്യം എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെയാണ്. ഞാൻ അതിന് മുമ്പേ തുടങ്ങിയതാണെങ്കിലും ഇവിടെ വന്ന് ഒറ്റയ്ക്കായതുകൊണ്ട് കുറേ സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ബാങ്ക് ഷിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ആദ്യത്തെ 6 മാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തു.
അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജൊക്കെ അയക്കുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. ഇവിടുത്തെ ട്രസ്റ്റ് തന്നെയാണെങ്കിലും എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് ഫസ്റ്റ് വരുന്ന സ്റ്റുഡൻസിന് ഷെയർ ചെയ്തു. അങ്ങനെ കുറച്ച് മൈൽ സ്റ്റോൺസ് എൻ്റെ ഒരു യൂട്യൂബ് കരിയറിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ അങ്ങനെ കുറേ സന്തോഷങ്ങളും കുറച്ച് സങ്കടങ്ങളും ഉള്ളൊരു ഇയർ ആയിരുന്നു എൻ്റെ ഈ ഒരു UK ഫസ്റ്റ് ഇയർ. ഇനി ഒരുപാട് വർഷങ്ങൾ പോകാനുണ്ട്. ഇവിടെ ആണോ ഇനി വേറെ എവിടെയെങ്കിലും ആണോ ഒന്നും നമുക്കറിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു. ആ കാര്യം എനിക്ക് പറയണം. കാരണം അത് ഹസ്ബൻഡ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കുമ്പോഴും നമ്മുടെ ഫാമിലി മെമ്പർ ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോഴും എന്തോരം വ്യത്യാസമാണ് ലൈഫിലുള്ളതെന്ന്. അന്നേരം എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ടയർഡ്നെസ് ഒന്നും ഇല്ല. കാരണം പാവം എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. ഇവിടെ വന്നാലും എനിക്ക് സംസാരിക്കാൻ ആളുണ്ട്, എനിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. ഒരു കംഫർട്ട് സോണ് അങ്ങനെയായിരുന്നു. പക്ഷെ നല്ലൊരു ജോലി അവിടെ ചെയ്യുന്നുണ്ട്. അത് കളഞ്ഞിട്ട് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും വരാതിരിക്കുന്നവരോടാണ്, നിങ്ങൾക്ക് എന്താണെങ്കിലും കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒരിക്കലും ഫുള്ള് സന്തോഷമാണ് എന്ന് കരുതി ഇങ്ങോട്ടാരും വരരുത്. ഇവിടെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ വെതർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഫാമിലിയെ മിസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ വരുമ്പോഴാണ് അവർ എന്തായിരുന്നു നമുക്ക് ചെയ്തു തന്നിരുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മളോട്, അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിൻ്റെ വില, ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇവിടെ വന്നു കഴിയുമ്പോഴാണ്. ഈ ടൈമും കൂടി ഇത്രയും ഡിഫറെൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആരും ഡിസപ്പോയിൻറ്റഡ് ആകണ്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വിഷമങ്ങളുണ്ടെങ്കിലും കുറേ സന്തോഷങ്ങളും ഇവിടെ നമ്മളെ നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ നല്ലതായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ എടുത്ത് വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മെയിൻ പോയിന്റ്സ് ഞാൻ ഒത്തിരി വലിച്ചു വാരി ഓരോ മന്തിലെ കാര്യം അങ്ങനൊന്നും പറയുന്നില്ല. അറ്റ് ദ മൊമെൻറ്റ് ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയെ മിസ് ചെയ്യുന്നതെന്ന് ഒഴിച്ചാൽ ഞാനിവിടെ ഹാപ്പി തന്നെയാണ്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും കറി റെഡിയായി. വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് പോയി കട്ട് ചെയ്ത് കഴിക്കുക. അപ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ആ കറി ഒന്നൊരു സെറ്റ് ആയിക്കോട്ടെ. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോൾ ഇവിടെ കിവി ഇരിപ്പുണ്ടായിരുന്നു. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ 6 വാങ്ങിച്ചത്, 3 ഓൾറെഡി തീർത്തു. ഇപ്പം എനിക്കിവിടെ ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. UK വന്നേ പിന്നെ വീട്ടിൽ വെച്ച് ഇത്രയും ഇഷ്ടമില്ലായിരുന്നു. ഇവിടെ ആണെങ്കിൽ നല്ല വിലയുണ്ട്, അവിടെയും വിലയാണ്. എങ്കിലും കയ്യിൽ നിന്ന് കാശ് ഇറക്കണമല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നേരത്തെ ഒന്നും അറിയണ്ടായിരുന്നു, ഇപ്പം എല്ലാം അറിയണം. അപ്പോൾ എന്താണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിച്ച് പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കിടക്കണം. എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ലാഗാക്കുന്നില്ല. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.